ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നമ്മുടെ പെന്തക്കോസ്റ്റ് പ്രിപ്പറേഷൻ നമ്മൾ തുടരുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് വരാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതവും വീടും അടിച്ച് വൃത്തിയാക്കുക. നമ്മുടെ ജീവിതം ഒപ്പം നമ്മുടെ ഭവനം ഒരു വെടിപ്പ് വരുമ്പോഴാണ്, അടുക്കും ചിട്ടയും വരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരിക. ഇക്കാര്യങ്ങൾ ചെയ്ത് നോക്കിയേ, പരിശുദ്ധാത്മാവ് വരും. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത, ഓർഡർ ഇല്ലാത്തടത്ത് ഓർഡർ കൊണ്ടുവരുന്നവനാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ അതിന് നമ്മളാദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ നടത്തേണ്ടതായിട്ടുള്ള ആ ക്ലീനിങ് കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യണം. പുറപ്പാട് 19-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം മോശയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം. അവരോട് പറയുക, ഇന്നും നാളെയും അവരെ തന്നെ ശുദ്ധീകരിക്കാൻ, കുളിയും നനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. 3-ാം ദിവസം സീനായി മലയിൽ ഒരുമിച്ച് കൂടുക. ഞാൻ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വരും. ഞാൻ അതിന് ആവശ്യമായ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് വൃത്തിയാക്കേണ്ടത് വൃത്തിയാക്കിയിട്ട് വരിക, വൃത്തികേടൊക്കെ മാറ്റുക, ക്ലീനായിട്ട് വരിക. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി വരും. ഞാനൊരു വീട് കണ്ടതാണ്, കംപ്ലീറ്റ് പൊടി, ഓരോ ഓർഡറും ഇല്ല. വേണ്ടാത്തതുമായ സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ആദ്യം ഈ വീടൊന്ന് ക്ലീൻ ചെയ്ത് ഈ അനാവശ്യമായിട്ടുള്ള വേസ്റ്റ് സാധനങ്ങൾ അതെല്ലാം കൂടെ എടുത്ത് തൂരക്കളയുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭവനത്തിലേക്ക് വരും. അതില്ലാതെ വരാനായിട്ട് സാധ്യത കുറവാണ്. ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ക്ലീനിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴാണ് ദൈവം ബാക്കി ചെയ്യുക. ഇതിന് തെളിവ് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 38:9 വചനം, മകനെ മകളെ, രോഗം വരുമ്പോൾ ഉദാസീനത കാട്ടരുത്, അലസത കാട്ടരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കണം, അപ്പോൾ ദൈവം നിന്നെ സുഖപ്പെടുത്തും. ഞാൻ ചെയ്യേണ്ടത് ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് ബാക്കി ചെയ്യുമെന്ന്. സുഭാഷിതങ്ങൾ 16:3, നിന്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. നീ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം ബാക്കി പ്രവർത്തിക്കും എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ജെറമിയ 29:13 എടുത്താലോ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചാൽ ആ ദൈവത്തെ നീ കണ്ടെത്തും. അതിന് നമ്മൾ ചെയ്യേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. എങ്ങനെയെങ്കിലും ഒരു അറ്റമുറിയും പ്രാർത്ഥന നടത്തിയാൽ പോരാന്ന്. പ്രഭാഷകൻ 32:14 വായിച്ചാലോ, പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുക, കൃപ ലഭിക്കും. കൃപ കിട്ടണമെങ്കിൽ പ്രഭാതത്തിൽ ഉണരണം, പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രഭാഷകൻ 28:1 മുതൽ 3 വരെ വായിച്ചാൽ, നിന്റെ സഹോദരങ്ങളോട് അവരുടെ തെറ്റുകൾ നീ ക്ഷമിച്ചാൽ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തെറ്റുകൾ ക്ഷമിക്കപ്പെടും. അയൽക്കാരോട് പകവെച്ച് പുലർത്തുന്നവന് എങ്ങനെ കർത്താവിൻ്റെ കരുണ പ്രതീക്ഷിക്കാൻ പറ്റും? ഞാൻ ചെയ്യേണ്ടത് ചെയ്താൽ ബാക്കി ദൈവം ചെയ്യും. അതാണ് ഈ വചനങ്ങളുടെയൊക്കെ സന്ദേശം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, രൂപരഹിതം രൂപമുള്ളതാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളായിട്ട് കുറേ ചില കാര്യങ്ങളൊക്കെ എത്ര നോക്കിയെന്ന് പറഞ്ഞാലും ഒരു ഓർഡർ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വരട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ചൈതന്യം രൂപരഹിതമായ പ്രപഞ്ചത്തിന് രൂപം നൽകി. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബമൊക്കെ രൂപരഹിതമാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ക്ഷണിച്ച് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു കാര്യം സാധ്യമാകും. അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ കുറച്ച് പ്രാർത്ഥനയും സ്നേഹവും സുവിശേഷ വേലകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കുറേ തീറ്റയും കുടിയും കുറേ സുഖജീവിതവും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിനൊരു മാറ്റം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും വരണം. യെശയ്യാ 19:14 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത്, കൺഫ്യൂഷൻ കൊണ്ടുവരുന്നത് ദുരാത്മാവാണ്. കൺഫ്യൂഷൻ. പക്ഷേ ക്ലാരിറ്റി കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തതയോടെ കാണാനും ശരിയും തെറ്റും തിരിച്ചറിയാനൊക്കെ സാധിക്കുന്ന എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 14:26, സഹായകനായി പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അതെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഡിസിപ്ലിൻ ആത്മാവിനെ ക്ഷണിച്ചു വരുത്തും എന്ന യാഥാർത്ഥ്യം വചനം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് മാറുമ്പോൾ ആത്മാവിനെ അത് ക്ഷണിച്ചു വരുത്തും. 1 കൊരിന്തോസ് 9-ാം അധ്യായം 24 മുതൽ വായിക്കുമ്പോൾ, കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. ആത്മനിയന്ത്രണം, അതാണ് ഡിസിപ്ലിൻ. ആത്മനിയന്ത്രണം പാലിക്കുന്നവർ ആത്മാവിനെ ക്ഷണിച്ചു വരുത്തുകയാണ്. അവർ അശ്വരമായ കിരീടത്തിന് വേണ്ടി ചെയ്യുന്നു. നമ്മളാണെങ്കിൽ അനശ്വരമായ കിരീടത്തിന് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യേണ്ടവരാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെന്തക്കോസ്ത് നമുക്ക് വളരെ അർത്ഥവത്തായിട്ട് ആഘോഷിച്ച് അതിൻ്റെ ഫലമെടുക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു വർജിക്കാനുള്ള തീരുമാനം, ഓവർ ദ ലിമിറ്റ് സ്ക്രീൻ ടൈം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് ഒരുപാട് വ്യക്തികളുണ്ട്
ഫോൺ ഉപയോഗം ഓവർ ദ ലിമിറ്റ്, അമിതമായ ഉപയോഗം. TV കാണുന്നതായിരിക്കാം, വേണമെങ്കിൽ ചില ഗെയിംസ് കാണുന്നതായിരിക്കും, എന്തും ആയിക്കോട്ടെ, ഓവർ ദ ലിമിറ്റ് അത് ഒഴിവാക്കി പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നൊവേനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തെ ഫലമേൽപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ വർഷത്തെ പെന്തക്കോസ്ത് തിരുനാൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ലോകം മുഴുവനും വലിയൊരു അനുഗ്രഹമാക്കണമേ. മനുഷ്യർക്ക് അസാധ്യമായവ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. സകലതും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളോടൊപ്പം തിരുസഭയെയും ലോകം മുഴുവനെയും നവീകരിക്കണമേ. തണുത്തുപോയ ഞങ്ങളുടെ അഭിഷേകത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും മനസ്സിനെ ബലപ്പെടുത്തുകയും ആത്മീയ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. വിവേകത്താലും ജ്ഞാനത്താലും ഞങ്ങളെ പൂരിതരാക്കണമേ. പാപരഹിത ജീവിതം നയിച്ച് സ്വർഗത്തിന് അർഹരാകുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ലോകം മുഴുവനിലും ശാശ്വത ശാന്തിയും സമാധാനവും സ്നേഹവും ഐക്യവും അങ്ങ് സ്ഥാപിക്കണമേ. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഭിഷേകം, ആത്മീയ ജ്വലനം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ആത്മാവിനാൽ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റി തരികയും ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി പെന്തക്കോസ്ത് തിരുനാളിനായിട്ട് ഒരുങ്ങാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.